ശൈലജസ്ന എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തില് വിശുദ്ധ പൗലോസ്ലിയ റോമായിലെ സഭയ്ക്ക് വേണ്ടിയ ലേഖനത്തിലുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ പൗലോസ്ലിയ പറയുകയാണ്, പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നമുക്ക് മറ്റാരോടും ഒരു തരത്തിലുള്ള കടപ്പാടും ഉണ്ടാകരുത്. നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ് എന്ന് പറയുന്ന പൗലോസ്ലിയ തുടർന്ന് പറയുകയാണ്, നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത്. കാരണം എന്താണ്? രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അത്ര അടുത്തെത്തിയിരിക്കുന്നു. അതിനാൽ നമുക്ക് ഈ രാത്രിയുടെ പ്രവർത്തനങ്ങളെല്ലാം വിട്ട് പകലിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എന്ന് പറയുകയാണ്. നമ്മള് നോമ്പ് കാലഘട്ടത്തിന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാനത്തെ ഒരു 10 ദിവസത്തേക്ക്, ഒരു 2 ആഴ്ചയിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന, പ്രത്യേകിച്ച് മിക്കവാറും ഇടവകളിലെല്ലാം ധ്യാനത്തിൻ്റെതായിട്ടുള്ള തിരക്കുകളിലേക്ക് നമ്മൾ നടക്കുന്ന, ധ്യാനത്തിന്റെ വചനം കേൾക്കുന്ന ദിവസങ്ങളിലേക്ക് നടക്കുന്ന ഒരു വിശുദ്ധമായ ആ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൗലോസ്ലിയ നമ്മളോട് പറയുകയാണ്, അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ വിട്ട് പ്രകാശത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനുള്ള സമയമായിരിക്കും എന്ന് പറയുന്നത്. കാരണം അതാണ്, രക്ഷ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അടുത്തെത്തിയിരിക്കുന്നു. നമ്മളൊരു നോമ്പ് കാലഘട്ടത്തിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്നത്തെ ലേഖനഭാഗത്തിൽ പൗലോസ്ലിയ നമ്മളോട് പറയുന്നത് പോലെ തന്നെ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാനും അങ്ങനെ ദൈവത്തോട് ചേർന്ന് മുന്നോട്ട് നീക്കുവാനും ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്